പോലീസാണെന്ന വ്യാജേന അതിഥി തൊഴിലാളികളെ ഭയപ്പെടുത്തി 70,000 രൂപയും 4 മൊബൈൽ ഫോണുകളും തട്ടിയെടുത്ത കേസിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. 10 തവണയിലധികം ഇവർ ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നിട്ടുണ്ട്. പിടിയിലായ എക്സൈസ് ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ നോട്ടപ്പുള്ളികളാണ്. ഇന്നലെ രാത്രിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരടക്കം 4 പേർ തടിയിട്ടപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ പോലീസാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടത്തിയ തട്ടിപ്പ് കേസിലായിരുന്നു അറസ്റ്റ്. കുന്നത്തുനാട് എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ സലിം യൂസഫ്, ആലുവയിലെ എക്സൈസ് ഉദ്യോഗസ്ഥൻ സിദ്ധാർത്ഥ് എന്നിവർ റിമാൻഡിലായതോടെ ഇവരെ എക്സൈസ് സസ്പെൻഡ് ചെയ്തു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജുവാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കിയത്. നിരന്തരം പിടിച്ചുപറിയടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന പ്രതികൾ വിജിലൻസിന്റെ നോട്ടപ്പുള്ളികളായിരുന്നു. 10 തവണയിലധികം ഇവർ ഇതര സംസ്ഥാനക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ട്. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ എടത്തല ചൂണ്ടിയിൽ താമസിക്കുന്ന മണികണ്ഠൻ ബിലാൽ, വിപിൻ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം പിടിയിലായിരുന്നു. ഞായറാഴ്ച രാത്രി 12 മണിയോടെ വാഴക്കുളം കീൻപടിയിലുള്ള ഇതര സംസ്ഥാനക്കാരുടെ താമസ സ്ഥലത്ത് KL20K9384 നമ്പർ കാറിലെത്തിയ പ്രതികൾ പോലീസാണെന്ന് പറഞ്ഞാണ് അതിഥി തൊഴിലാളികളുടെ കൈവശമുണ്ടായിരുന്ന 70,000 രൂപയും 4 മൊബൈൽ ഫോണുകളും പിടിച്ചു വാങ്ങിയത്. സംശയം തോന്നിയ ഇതര സംസ്ഥാനക്കാർ CCTV ദൃശ്യങ്ങൾ സഹിതം തടിയിട്ടപ്പറമ്പ് പോലീസിൽ പരാതി നൽകി. 4 പേരെയും അറസ്റ്റ് ചെയ്ത പോലീസ് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, തടിയിട്ടപ്പറമ്പ് CI PJ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് മലയാളം, കൊച്ചി.